നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമ്പുലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യലാണ്. ഓണസദ്യക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് പായസം അല്ലേ. പായസം ഓണസദ്യക്ക് മാത്രമല്ല, നമുക്ക് സന്തോഷം വരുമ്പോഴേക്കും നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു കൂട്ടുകറി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി 250 ml കപ്പിൽ 1 കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതായത് നുറുക്ക് ഗോതമ്പ്, ഇംഗ്ലീഷിൽ ബ്രോക്കൺ വീറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് 1 കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 200 ഗ്രാം സൂചി ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വയ്ക്കാം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ പായസം കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. അരമണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ സൂചി ഗോതമ്പ് അളന്നെടുത്തേക്കുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് സൂചി ഗോതമ്പല്ലേ എടുത്തത്, അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. സൂചി ഗോതമ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അതായത് ഒരു 200 ഗ്രാം സൂചി ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ സൂചി ഗോതമ്പ് എടുത്തേക്കുന്നത് അതിൻ്റെ ഡബിളായിരിക്കണം ശർക്കര എടുക്കേണ്ടത്. അതായത് ഒരു 400 മുതൽ 500 ഗ്രാം ശർക്കര എടുക്കാം. അപ്പോൾ ശർക്കരയുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങളനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പാത്രത്തിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 500 ഗ്രാം ശർക്കരയുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നാളികേരത്തിൻ്റെ പാലെടുക്കണം. 2ാം പാലും 1ാം പാലും എടുക്കണം. 3 കപ്പ് 2ാം പാലും 1.5 കപ്പ് 1ാം പാലും. അപ്പോൾ ഒരു മീഡിയം സൈസ് നാളികേരമാണെന്നുണ്ടെങ്കിൽ 2 നാളികേരം എടുക്കാം. അപ്പോൾ അതിൻ്റെ നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് വരാം. അങ്ങനെ നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 3 കപ്പ് 2ാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് 1ാം പാൽ. പിന്നെ സൂചി ഗോതമ്പ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. 3 വിസിലായപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാക്കി. ഈ ഒരു പരുവത്തിനാണ് സൂചി ഗോതമ്പ് വേവിച്ചെടുക്കേണ്ടത്. ഒത്തിരി വെന്ത് പോകരുത്. ഒരു 3 വിസിലാകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. പായസം കുടിക്കുമ്പോൾ നമുക്ക് ഈ സൂചി ഗോതമ്പ് ഇടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായിരുന്നു. അല്ല, വെള്ളം ഒട്ടുമില്ല. ഈ ഒരു പാകത്തിനാണ് നമ്മൾ സൂചി ഗോതമ്പ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പായസം റെഡിയാക്കുന്നതിന് മുന്നേ തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തേക്കുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നെയ്യും നുറുക്ക് ഗോതമ്പും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നുറുക്ക് ഗോതമ്പും നെയ്യും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് പ്രത്യേക ഒരു സ്വാദാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത നെയ്യും സൂചി ഗോതമ്പും ശർക്കരയും നന്നായിട്ടൊന്ന് യോജിച്ച്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര എടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ശർക്കര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ. ശർക്കര സൂചി ഗോതമ്പിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അറൗണ്ട് ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കൈയെടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക. പായസം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. പക്ഷെ നമ്മൾ ഓരോ സ്റ്റേജും സമയമെടുത്ത് മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ശർക്കരയും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ശർക്കരയും സൂചി ഗോതമ്പും കൂടി ചെറുതായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ 2-3 മിനിറ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. കാരണം ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി ശർക്കരയും സൂചി ഗോതമ്പും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കേണ്ടത്. നമ്മൾ ആദ്യമേ കുറച്ച് നെയ്യ് ചേർത്തുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൽ നെയ്യ് ചേർക്കണം എന്നില്ല.
വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താൽ മതി. ലാസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം. അപ്പോൾ അതിന് നെയ്യ് ചേർക്കാം. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ സ്പൂണ് നെയ്യ് ചേർത്താൽ മതി. കണ്ടോ, നോക്കൂ, ഇതുപോലെ വരണം. ശർക്കരയും സൂചി ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സൂചി ഗോതമ്പ് ഇടയ്ക്ക് കാണാൻ കഴിയുന്നില്ലേ, ഈ ഒരു പരുവത്തിനാണ് നമ്മൾ സൂചി ഗോതമ്പ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇടയ്ക്ക് സൂചി ഗോതമ്പും കൂടെ കഴിക്കാനായിട്ട് കിട്ടും. എനിക്ക് എടുത്ത സമയം എന്നുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജ് എത്തും. ഇനി നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് രണ്ടാം പാലാണ്. രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ രണ്ടാം പാലും ശർക്കരയും സൂചി ഗോതമ്പും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ കുറഞ്ഞതൊരു 10 മുതൽ 12 മിനിറ്റ് എടുക്കും കേട്ടോ. നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പായസം. രണ്ടാം പാലും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റും കൂടി എടുക്കും. ഈ ഒരു സമയം മധുരം നോക്കുക. മധുരം ആവശ്യമാണെങ്കിൽ ഇനി നമുക്ക് പഞ്ചസാരയാണ് ചേർക്കാനായിട്ടുള്ളത്. നമുക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലാം പൊടിച്ചത്. ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കുന്ന പായസത്തിൽ ചുക്ക് പൊടിച്ചത് ചേർക്കണം കേട്ടോ. അപ്പോൾ ചുക്ക് പൊടിച്ചത് ചേർത്താൽ നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണമായിരിക്കും. അപ്പോൾ പൊടികൾ രണ്ടും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം തീരെ ലോ ആക്കി വയ്ക്കുക, കാരണം നമുക്ക് ഇനിയും ഒന്നാം പാൽ ചേർക്കാനായിട്ടുള്ളതാണ്. ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം. 1.5 കപ്പ് ഒന്നാം പാലാണ്. ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഫ്ലെയിം തീരെ ലോ ആക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരും. ഇവിടെ മുന്നത്തെ കട്ടിലും കളറുണ്ടോ, ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നമ്മൾ ചേർത്ത നാളികേരത്തിൻ്റെ പാലൊക്കെ പാകത്തിനായിരുന്നു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുക്കും. അപ്പോൾ നമുക്ക് ഇലയിലൊക്കെ ഒഴിക്കാൻ പാകത്തിനുള്ള പരുവായിരിക്കും. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ അറൗണ്ട് ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഈ ചുക്കുപൊടിയും ഏലാം പൊടിയൊക്കെ ചേർക്കുമ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. അത് ലാസ്റ്റ് ചേർത്താൽ മതിയാവും. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് ചേർത്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സദ്യ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഗോതമ്പ് പായസം ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ മിക്ക ആൾക്കാർക്കും ഈ ഒരു പായസം വളരെ ഇഷ്ടമാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക്